ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ടാബിൻ്റെ ഒരു മേക്ക് ഓവർ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. മേക്ക് ഓവർ മാത്രമല്ല, വാൾപേപ്പറും കൂടി ഒരു മേക്ക് ഓവർ ആണ്. ഇതാണ് എൻ്റെ ടാബിൻ്റെ പഴയ കവറ്. ഇതാണ് പുതിയത് കേട്ടോ. ഞാനിത് പൊട്ടിച്ചിരുന്നു, കുറച്ച് ദിവസമായപ്പോൾ പൊട്ടിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചാൽ വീഡിയോ എടുക്കാമല്ലോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. ഇതാണ് എൻ്റെ ടാബിൻ്റെ കവറ്. ഞാനൊരു പിങ്ക് ഒരു ബോണ്ട് ലവിൻ്റും ഒരു വാൾപേപ്പറായിട്ടാണ് ചൂസ് ചെയ്തത്. എനിക്ക് ലൈറ്റ് പിങ്കോ വൈറ്റ് നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പിങ്കാണ് കൂടുതൽ ഇഷ്ടം, പക്ഷേ ഒരു ലൈറ്റ് പിങ്കും വൈറ്റ് നല്ലൊരു കോമ്പിനേഷനില്ല കൊണ്ട് ഞാൻ ഇതാണ് വാങ്ങിയത്. ഇതാട്ടോ ഞാൻ പ്ലാസ്റ്റിക് ആയിട്ടുള്ള പാക്ക് കാണുന്ന ഇതാട്ടോ വാങ്ങിയത്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള പെന്ന് വെക്കണാണ്. ഇതാണ് എൻ്റെ ടാബ്. ടാബ് ക്ലീൻ ചെയ്യാൻ നമ്മൾക്ക് ടാബ് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ടാബിൻ്റെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ടാബിൻ്റെ കവറിലോട്ടുണ്ട് വെക്കണ്ടേ. അപ്പം ഞാൻ വെക്കാണ്. അപ്പം ഞാൻ ടാബിൻ്റെ കവറിലോട്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പെന്ന് ക്ലീൻ ചെയ്യണം. ഫസ്റ്റ് ഞാൻ ക്ലാസ് ഒന്ന് ചെറുതായിട്ട് തുടക്കുന്നുണ്ട്. നമുക്ക് പെന്ന് ക്ലീൻ ചെയ്യാം. ഇതാണ് അതിൻ്റെ പെന്ന്. ഇത് ടാബ് സാംസങ് ആട്ടോ. അപ്പം ഞാൻ പെന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാൾപേപ്പർ ഒന്ന് മാറ്റണ്ടേ. വാൾപേപ്പറിൻ്റെ മേക്ക് ഓവർ മാത്രമല്ല, പല മേക്ക് ഓവർ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ടാബിൻ്റെ വാൾപേപ്പറൊക്കെ മാറ്റണം കേട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ട് തോന്നി. ഇനി നമുക്ക് ടാബിൻ്റെ വാൾപേപ്പർ മാറ്റാം. ഇതാണ് എൻ്റെ പഴയ ഒരു വാൾപേപ്പർ. ഇത് കുറച്ചൊക്കെ ക്യൂട്ടായിട്ട് തോന്നിക്കണം. ഇത് ഹോം സ്ക്രീൻ ആട്ടോ. ഞാൻ ഓൾറെഡി പ്രിൻട്രസ്റ്റിൽ ഒരു ഫോട്ടോസ് വാൾപേപ്പർ എടുത്ത് വെച്ചിരുന്നു. ഞാൻ ഗ്രിഡ് ലൈൻസ് ആട്ടോ എടുക്കണേ. ഇതാണ് പിങ്ക് ഗ്രിഡ് ലൈൻസ്. ഒക്കെ നല്ല ഇഷ്ടമൊരു ഗ്രിഡ് ലൈൻസ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളറ് പിങ്ക്, ലൈറ്റ് പിങ്കും പാസ്റ്റൽ പിങ്ക് ഉണ്ടല്ലോ. പാസ്റ്റൽ പിങ്കും വൈറ്റ് ആട്ടോ. ഒരു നല്ല രസമുള്ളൊരു ഇതാണല്ലോ, കളേഴ്സാണല്ലോ, കൊണ്ടാണ് എനിക്ക് നല്ല ഇഷ്ടം. പിന്നെ നമുക്ക് ക്ലോക്കിൻ്റെ ലുക്കൊക്കെ മാറ്റണ്ടേ. അപ്പോൾ ഇതാണ് ഞാൻ മാറ്റാൻ പോവാണ്. പിന്നെ ഇതിലുമ്പോൾ ഞാൻ കുറേ നേരം കളിച്ചിരുന്നു കേട്ടോ.
അപ്പം ഞാൻ ലാസ്റ്റ് ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹോം സ്ക്രീൻ ഒന്ന് മേക്ക് ഓവർ ചെയ്യണം. ഹോം സ്ക്രീനിൻ്റെ വാൾപേപ്പർ മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് വേറൊരു മേക്ക് ഓവർ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ, അതും കൂടി ചെയ്യണം. പിന്നെ ഞാൻ യൂട്യൂബ് അതൊക്കെ ഇങ്ങനെ പിങ്ക് ആക്കി പറഞ്ഞാൽ അതിനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അതിനൊരു ആപ്പ് കയറ്റണം. അതിൻ്റെ പേരാണ് ഷോർട്ട് കട്ട് മേക്കർ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ആപ്സും കൊണ്ട് തുടങ്ങാം. അതിന് ഞാൻ വിഡ്ജറ്റ്സ് ഉണ്ടല്ലോ, അതിൽ പോയിട്ട് ഷോർട്ട് കട്ട് മേക്കർ ഞാൻ പറഞ്ഞില്ലേ കയറ്റാൻ, അതിൽ നമ്മൾ വെക്കണം. ഇതാണ് ഷോർട്ട് കട്ട് മേക്കർ. എന്നിട്ട് അതിന് നെക്കി പിടിച്ചിട്ടോ, എന്നിട്ട് നമുക്ക് ഏത് സ്ഥലത്താണ് വെക്കേണ്ടത് അവിടെ വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു ആപ്പ് മാർക്ക് വരും. എന്നിട്ട് നമുക്കിതിൽ ഏതാ വേണ്ടി വെച്ചാൽ എടുക്കാം. ഞാൻ ആപ്സാണ് എടുക്കണം. അതിന് ഞാൻ ബോട്ട് ടീം ഉണ്ടല്ലോ, ബോട്ട് ടീമിൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂളൊക്കെ തുറന്നില്ലേ, അപ്പോൾ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സാണ്, കഴിഞ്ഞാൽ അപ്പത്തിന് ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചിട്ടോ കളിച്ചും എന്തുവാണ് ചെയ്യും. അതിന് ബോട്ടിന് കയറ്റിയതാണ്. ഇതാണ് ഞാൻ ബോട്ടിമിൻ്റെ ഒരു ഇതാക്കണത്. ഇത് എന്താ ആ പിങ്കിന് ഒരു വാൾപേപ്പർ ഉണ്ടല്ലോ, അതിനൊന്ന് മാച്ച് ആവുന്നുണ്ടോ സംശയമുണ്ട്. പക്ഷെ ഞാൻ എന്താ കാട്ടി കുഴപ്പമില്ലല്ലോ, ഞാൻ എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാനതാക്കി. എന്നിട്ട് പിന്നെ എന്തൊക്കെയോ നെക്കിട്ടോ. കുറേ ദിവസമായി ഷോർട്ട് കട്ട് മേക്കർ എടുത്തതാണ്. പിന്നെ ഞാൻ മറന്നുപോയിട്ടോ, കുറേ ദിവസമായി എടുത്ത്, അപ്പം ഞാൻ മറന്നുപോയതാണ്. എന്നിട്ട് ഒന്നും കൂടെ എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ലുക്ക്. ഇപ്പം നോക്ക്, എടുക്കാനും പറ്റും, നല്ലൊരു ഭംഗി കിട്ടണില്ല, എടുക്കാൻ പറ്റൂട്ടോ. അങ്ങനെ നെക്കി പിടിച്ചിട്ട് പോയിട്ട് നെക്കി പിടിച്ചിട്ട് നമ്മൾ ഹോം സ്ക്രീനിൽ ഇതാക്കിയാൽ മാത്രം പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പറ്റൂല. നമുക്കിന്ന് ഒരു വിഡ്ജറ്റ് വേണം. അതിന് കളർ വിഡ്ജറ്റ് പറഞ്ഞ ഒരു ആപ്പ് കയറ്റിക്കണ്. എന്നിട്ട് നമുക്ക് അത് നെക്കിയിട്ട് ആഡ് ഉണ്ടാവും. അത് ആഡ് നെക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാവും. അതിൽ നമുക്ക് ഏതാ വേണ്ടി വെച്ചാൽ കേട്ടോ. ഞാൻ ഫസ്റ്റ് ഫോട്ടോ ആണ് എടുക്കുന്നത്, ഫോട്ടോ ഫ്രെയിം. ഞാൻ ചെറുതാണ് എടുക്കുന്നത്. അതിൽ പലതുണ്ട്, വലുതുണ്ട്, ഒരു മീഡിയം ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. ആകെ മൂന്ന് സൈസുള്ളതായിട്ട് ഞാൻ ചെറുതാണ് എടുത്ത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞു പ്രിൻട്രസ്റ്റ് വാൾപേപ്പേഴ്സ് അതൊക്കെ എടുത്തേന്ന്, അതാണിത്. പിന്നെ ഞാൻ വാട്സപ്പിലൊക്കെ എൻ്റെ പിക്ചേഴ്സിലെ ഐക്കൺ ഉണ്ടല്ലോ, അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇങ്ങനത്തെ ഒരു ഫോട്ടോസ്, ഗേൾസിൻ്റെ ഫോട്ടോസ് എടുത്തിരുന്നു. അപ്പം ഞാൻ ഇതാണ് എൻ്റെ ഒരു വിഡ്ജറ്റ് പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പം ഞാൻ കുറേ എടുത്തോണ്ട് അതിങ്ങനെ ഓരോ നേരത്തെ ഇങ്ങനെ മാറി മാറി വരും കേട്ടോ. ഇതിപ്പോൾ ഒരു പർപ്പിൾ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വേറൊരു ഫോട്ടോ ആവും. നിങ്ങൾക്ക് ഒന്ന് മാത്രം എടുത്താൽ അതിനെ ആവുള്ളൂ കേട്ടോ. ഞാൻ ഒരു രസത്തിന് വേണ്ടിയിട്ട് പലതും എടുത്താണ്. അടുത്ത് നമുക്ക് നമ്മൾ ഗൂഗിളിൻ്റെ എന്തായാലും വേണ്ടി വരുമല്ലോ, അതുകൊണ്ട് അതും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് വെച്ചതിന് ശേഷം അടുത്ത് പിന്നെ വെടിച്ചേച്ച് പോകുന്നുണ്ട് കേട്ടോ. വേറെ വെക്കാനാണ്. ഇതിലാണ് ബാറ്ററിൻ്റെ ആട്ടോ വെക്കുന്നത്. അപ്പം ഞാൻ ഇതെടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഒരു ഇതുണ്ടാവും, പേരുണ്ട് കിട്ടൂലിട്ടൊക്കെ. ഒരു അടിയിൽ ആഡ് വിഡ്ജറ്റിൻ്റെ അവിടെ ഒരു കസ്റ്റമൈസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടാവും. അത് നമ്മൾ നോക്കിയാൽ
നമുക്ക് ഏതൊക്കെ ഫോട്ടോസ് വേണം, ഏത് കളർ വേണ്ടി എടുക്കട്ടോ. ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് എടുത്തിട്ട് ഒരു ഫോട്ടോ. ഈ ഫോട്ടോ നിങ്ങൾ വാൾപേപ്പറിൽ കണ്ടില്ലേ? വാൾപേപ്പറിലല്ല, നമ്മളെ ഫോട്ടോ ഫ്രെയിമിൽ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ടാബിൽ 92 ബാറ്ററി ഉള്ളോട്ട് ശരിക്കും. എന്നിട്ട് അതിൻ്റെ ഒരു രീതി മാറ്റാനും. ഇപ്പം ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് പിങ്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ പിങ്ക് ഇങ്ങനെ മാറ്റിക്കാണ്ട് കളിച്ചല്ല, ഞാൻ മാറ്റി ഇങ്ങനെ കളിച്ചു. അപ്പം ഞാൻ ഈ ഒരു പിങ്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അപ്ലൈന്ന് നോക്കിയിട്ട് ആഡ് വിഡ്ജെറ്റൊക്കെ പോവാം. എന്നിട്ട് അപ്പോൾ കണ്ട, ഞാൻ പറഞ്ഞില്ല ഫോട്ടോ വിഡ്ജെറ്റ് അത് മാറുമെന്ന്. കണ്ട, കുറേ ഫോട്ടോസ് എടുത്താൽ മാറും. നമുക്ക് അതിൻ്റെ മേലെ ഒന്നും കൂടി വെക്കണം. അതിൽ ഞാൻ മ്യൂസിക് ഉണ്ടല്ലോ, TV മ്യൂസിക്. എൻ്റെ അടുത്ത് സ്പോട്ടിഫൈ ഞാൻ കയറ്റൂല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല. എന്താ നമുക്ക് TV മ്യൂസിക് ഇല്ലേ, പിന്നെ ഇത് സ്പോട്ടിഫൈ ആയിക്കൊണ്ട് തന്നെ കയറ്റാത്ത. ഫസ്റ്റ് ഞാൻ ഇന്ത്യയിൽ ഹവറിൻ്റെ 3 hours, ഇന്ത്യയിൽ ഹവേഴ്സ് എത്ര നേരത്തെ യൂസ് ചെയ്യുന്നത് അതൊക്കെ ഉണ്ട് കേട്ടോ. ടൈം ഈസ് അപ്പ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത് എത്ര ടൈമായി, ടൈം ഈസ് അപ്പായി, ഹവേഴ്സായി, മിനിറ്റ്സായി, സെക്കൻഡ്സായി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ടോട്ടൽ യൂസേജിൻ്റെ ഒരു ആപ്പ് കയറ്റിയെന്ന്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ TV മ്യൂസിക് എന്ന് എടുത്തു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണ വെച്ചാൽ വാട്സപ്പ് ഉണ്ടല്ലോ, നമുക്ക് ആരൊക്കെ മെസ്സേജ് അയച്ചിക്കണമൊക്കെ അറിയണമല്ലോ. അപ്പം നമ്മൾ വാട്സപ്പിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ പോകണം. എന്നിട്ട് വാട്സപ്പ് ഉണ്ടല്ലോ, അതിൽ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് അറിയാനുള്ളൊരു ഇതുണ്ടോ, അതിനെ ആഡ് ആക്കിയിട്ട് ചെറുത വലുതോ ഏത് വേണ്ടി ആക്കാം. എന്നിട്ട് ഞാൻ നമ്മളെ ബാറ്ററി പോയിട്ട് നമ്മളെ ഹെഡ്ഫോൺ അതെന്തൊക്കെയാണ് ചാർജ് ഉണ്ടോ എന്നൊക്കെ അറിയണ്ടേ, അതും അങ്ങനെ അത് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ക്യാമറ വെക്കാൻ നോക്കി, പക്ഷേ പറ്റാനില്ല. എന്നിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യാം നോക്കിട്ടോ. അപ്പം ഞാൻ ബാറ്ററീൻ്റെ അത് ഒന്ന് മേലേക്ക് ആക്കുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഹോം സ്ക്രീനിൻ്റെ മേക്ക് ഓവർ. നല്ല രസമുണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒന്ന് ചെയ്ത് പോണേ. അപ്പം ഇതാണ് എൻ്റെ ടാപ്പിൻ്റെ മേക്ക് ഓവർ. ബൈ.